അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഇതിന് ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉണ്ട്. ഉഴുന്നിൽ ഇരുമ്പ്, ഫോളിക് ആസിഡ്, കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗർഭിണികൾക്ക് വളരെ നല്ലതാണ്. ഇനി ഒരു കടായിലേക്ക് 1/4 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഉഴുന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഉഴുന്നിന് ഉയർന്ന അളവില് ഫൈബർ, മെഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവ് നിലനിർത്തുകയും രക്തപ്രവാഹത്തെ തടയുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തുവാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഉഴുന്ന്. അതുപോലെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഉഴുന്ന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇരുമ്പിന്റെ കുറവ് കൂടുതലുള്ള ഗർഭിണികൾക്ക് ശരീരത്തിലെ ഇരുമ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉഴുന്ന് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും എല്ലുകളുടെ ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഉഴുന്ന്. ഇപ്പൊ ദാ ഉഴുന്ന് റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണം വരും. അതുവരെയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ ഒരു 3 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉഴുന്നിന്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം കുറച്ച് വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം പച്ചരിയുടെ ഈർപ്പെല്ലാം മാറ്റി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. പച്ചരി കുതിർന്നു പോകാൻ പാടില്ല, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഉലുവയാണ്. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാം ഒരുപോലെ ഗുണകരമായ ഒന്നാണ് ഉലുവ. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ കൊഴുപ്പ് അകറ്റി ശരീരഭാരം കുറയ്ക്കാൻ ഉലുവ ഏറെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രമേഹത്തെയും ക്യാൻസറിനെയും തടയുന്നതിനും ഉലുവ നല്ലതാണ്. കൂടാതെ ഇതിൽ ഫോളിക് ആസിഡ്, കോപ്പർ, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, വിറ്റാമിൻ എ, B6, CK എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 2 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ജാറിലേക്ക് ചൂട് മാറിയ ഉഴുന്നും പച്ചരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ലോണം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോ തേങ്ങ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ ബ്രൗൺ ഭാഗം ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ജാറിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം തേങ്ങ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും. ഇപ്പൊ ശർക്കര മുഴുവനും ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ശർക്കര ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. ഇനി ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കാം. കല്ലും മണ്ണും ഉണ്ടെങ്കിൽ അരിച്ചൊഴിച്ചാൽ മതി. കല്ലും മണ്ണും ഇല്ലെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ അത് അരിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആകെ മൊത്തത്തിൽ 1 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ചെറുതായിട്ട് ഇതിന്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച തേങ്ങയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ഉഴുന്നില് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതെല്ലാം കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു കടായിലേക്ക് 250 ml കപ്പിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. വെള്ളം അങ്ങ് തിളച്ചു പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ചെറുതായിട്ട് ചൂടായ വെള്ളത്തിലേക്ക് കലക്കി മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്നിന്റെ മിക്സ് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പൊ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഇനി കുറച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഒരു 10 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിച്ചൊഴിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇപ്പൊ ശർക്കര പാനി എല്ലാം ഒന്ന് യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്നും 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം.
ഇതുപോലെ പച്ച തേങ്ങ പൊടിച്ചിടുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി, ബദാം, തേങ്ങ, ഇതിൽ നിന്നും നമ്മൾ പകുതി മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പകുതി നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പകുതി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പൊ 4 ബൗളിലേക്ക് ഇതാ സെർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി, ബദാം, തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പകുതി ഇട്ടതിൽ നിന്നും പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പകുതിയിൽ നിന്നും കുറച്ച് വീതം ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ്. ഉഴുന്ന് വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മധുരം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്